ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഡാൽ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് അരക്കപ്പ് ഡാല് അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഞാനിവിടെ മസൂർ ഡാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഡാലാണുള്ളതെന്ന് നോക്കി അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് കുക്കർ ചൂടാക്കാൻ വേണ്ടി വെക്കാം. ചൂടായ കുക്കറിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യോ എണ്ണയോ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് ജീരകമാണ് നമ്മൾ കടുകിന് പകരം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേഗം തന്നെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറ്റി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കല്ല്, അപ്പോൾ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകും. വേഗം ഒന്ന് ഇളക്കിയിട്ട് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. പാത്രത്തിൻ്റെ ടെമ്പറേച്ചർ വേഗം കുറയ്ക്കാൻ വേണ്ടിയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇനി നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെക്കുന്നതിന് മുൻപേ അല്പം വെള്ളം കൂടെ ചേർക്കാം. ഇത് നോൺ സ്റ്റിക്ക് പാത്രം അല്ലാത്തതുകൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. ഡാൽ ഫ്രൈ നമുക്ക് 2 രീതിയിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒന്ന്, ഇതുപോലെ മൊത്തത്തിൽ കുക്കറിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതൊരു 1 പോട്ട് റെസിപ്പിയാണ്. ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഡാല് മാത്രം കുക്കറിൽ വേവിച്ച് നമ്മൾ ചെയ്യുന്ന തക്കാളിയുടെ അരപ്പും ഇതെല്ലാം വേറൊരു പാനിൽ ഉണ്ടാക്കിയെടുത്ത് പിന്നീട് ഇത് യോജിപ്പിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊരു 1 പോട്ട് റെസിപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് സോക്ക് ചെയ്ത് നമ്മൾ വെച്ചിരുന്ന ഡാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഡാല് സോക്ക് ചെയ്തത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിന് മുന്നേ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഏകദേശം 2-2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് പരിപ്പായതുകൊണ്ട് ഇത് ഇരുന്ന് കഴിയുമ്പോൾ വീണ്ടും തിക്കാവും, കറി വീണ്ടും തിക്കാവും. അതുകൊണ്ട് ആവശ്യത്തിൽ വെള്ളം ഇപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിലും വന്നതിന് ശേഷം സിമ്മാക്കി ഒരു 2 മിനിറ്റും കൂടെ വെച്ച് നമുക്ക് ഓഫ് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ ഡാലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഡാൽ ഫ്രൈക്ക് ഒരു മസ്റ്റാണ്. എന്തായാലും മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയിലയുടെ ഫ്ലേവർ നമ്മൾ ഡാൽ കറിക്ക് വേണം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും വറ്റൽമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നമ്മുടെ കറിയുടെ മുകളിലേക്ക് താളിച്ചൊഴിക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയുമാണ്, ഈസിയുമാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്